ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള റെഡിയാക്കുകയെന്ന് ഓർത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കരുത്, ഉച്ചയാണ്. രാവിലെ തന്നെയാണ് ഇതെല്ലാം ഞാൻ റെഡിയാക്കുന്നത്. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാമെന്ന് വെച്ചു. ഞാൻ ആദ്യം തന്നെ അരി തിളപ്പിച്ചു റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാമെന്ന് ഓർത്ത്. ആദ്യം കെറ്റിലോട്ട് ഞാൻ വെള്ളം അങ്ങ് തിളപ്പിച്ച് ഞാൻ അരി കഴുകി അതിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ ഗ്യാസ് വെച്ച് തിളപ്പിക്കും. അപ്പോൾ നമുക്ക് എളുപ്പം തിളച്ച് കിട്ടുവേ. അങ്ങനെയാണ് ഞാൻ എന്നും ചെയ്യുക. അപ്പോൾ അതേപോലെ റൈസ് കുക്കറിൽ ഇറക്കി അങ്ങ് വെച്ചു അരി തിളച്ചപ്പോഴേ. അതിനുശേഷം നമുക്ക് ഉച്ചക്കത്തേക്ക് കുറച്ച് കറികൾ വെക്കാമെന്ന് ഓർത്തു. വലിയ രീതിക്കൊന്നുമില്ല, ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ. തക്കാളിപ്പഴം ചാറ് വെച്ചത് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതും കൂടെ വറുത്തെടുക്കാമെന്ന് ഓർത്തേ. തക്കാളിപ്പഴം ചാറ് ഞാൻ തേങ്ങയിട്ടല്ല വെക്കുന്നത്. തേങ്ങയിട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളത് വെച്ചില്ല കേട്ടോ. വെറുതെ എന്തിനാണ് കളയുന്നത് അങ്ങനെയൊക്കെ വെച്ചിട്ട്. ഇങ്ങനെ നമ്മളൊരു ഫാഷന് വേണ്ടിയിട്ട് കാണിച്ചിട്ട് വെറുതെ കളയുണ്ടല്ലോ. അല്ല, മുളകൊക്കെ ഇട്ട് ഇങ്ങനെ ചാറായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ അതും വെച്ച് നമുക്ക് ചിക്കനും കൂടെ വറക്കാമെന്ന് ഓർത്താൽ. ചിക്കൻ വറക്കാനായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഇത് ഞാൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണേ. നല്ല ടേസ്റ്റ്. എങ്ങനെ ഉണ്ടാക്കണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പം. അപ്പോഴത്തേക്ക് അമ്മയില്ലയോ, അവിടുന്ന് കുറച്ച് പ്രഥമൻ കൊണ്ടുവന്നു അപ്പുറത്തുനിന്ന്. അപ്പം പ്രഥമൻ കഴിച്ചിട്ട് ഒരുപാട് നാളായി കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നി, അതേ കുറച്ച് കഴിച്ചു. അപ്പോൾ അതും കൂടെ അങ്ങ് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. എല്ലാവർക്കും പ്രഥമനൊക്കെ ഇഷ്ടമല്ലേ അല്ലയോ. അതിനുശേഷം നമുക്ക് ചിക്കൻ വറക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും ഇത് കസ്തൂരിമേത്തിയാണ് തിരുമ്മി ചേർത്തത്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. പിന്നെ കുറച്ച് ഒറിഗാനയും നമ്മൾ അരച്ച് വെച്ചില്ലേ, ആ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് തിരുമ്മി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് പിടിച്ച് എരിയും പുളിയൊക്കെ പിടിക്കുവേ. കുറച്ച് നാരങ്ങ നീരും കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു പുളിയൊക്കെ കാണും. അത് ഫ്രിഡ്ജിൽ അങ്ങ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് തക്കാളിപ്പഴം ചാറ് വയ്ക്കാവേ. ആദ്യം തന്നെ നമുക്ക് ഒരു കൊച്ചു ചീനിച്ചട്ടിയൊക്കെ വെച്ച് കൊടുക്കാം. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് ഇത്രയും മതിയൊക്കെ അറിയുന്നത്. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ശകലം മതി. അതുകൊണ്ടാണ് ഞാൻ കൊച്ചു ചട്ടിക്കകത്ത് വെച്ചത്. കടുക് വറക്കാം. അതിന് നമ്മൾ അരിഞ്ഞ് കടുക് എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, സവാളയും പച്ചമുളകും അതുമെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടാവേ. തക്കാളിയും കൂടി ഇടണേ. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ എളുപ്പം അങ്ങോട്ട് വഴണ്ടി കിട്ടും. നന്നായിട്ട് അങ്ങ് ഉടയണേ, അപ്പോഴേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. ഇങ്ങനെ മുഴുവനോട് ഇങ്ങനെ കിടന്നാൽ കൊള്ളത്തില്ലേ. നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വഴണ്ട് ഇങ്ങനെ വരും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി. ഉലുവപ്പൊടി ഇടണേ. ആ ഉലുവപ്പൊടിയുടെ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് മുമ്പിട്ട് നിൽക്കുന്നത്. എന്നിട്ട് നമുക്ക് എണ്ണ ഇങ്ങനെ തെളിയുന്നിടം വരെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി അത് അടച്ച് വയ്ക്കാം. അങ്ങനെ തക്കാളിക്കറി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. തേങ്ങ അരച്ച് കറി വെക്കുന്നതിലും നല്ല കേട്ടോ. അപ്പോഴത്തേക്കാണ് ഞാൻ ചിക്കനും കൂടെ വറക്കാനിട്ടായിരുന്നു. ചിക്കനും നന്നായിട്ട് നമ്മൾ ഒരു സിമ്മിലിട്ട് തന്നെ വറുത്ത് മുരിച്ചെടുക്കുക കേട്ടോ. തീ കൂട്ടിയിടണ്ട, കൂട്ടിയിട്ടാൽ എളുപ്പം കരിഞ്ഞു പോകും. സിമ്മിലിട്ട് തന്നെ അങ്ങനെ നമുക്കതൊന്ന് വറുത്ത് പോരാം. ഉച്ചക്കത്തേക്ക് ഇത്രയൊക്കെ ഉള്ളേ. ഞാൻ ചോറ് വിളമ്പി ഉച്ചക്കത്തേക്ക്. ചോറും വിളമ്പി നമ്മുടെ തക്കാളിപ്പഴം ചാറും പിന്നെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു, അത് ഇന്നലത്തെ കേട്ടോ. അതും കൂടെ ഞാൻ എടുത്തു. ചിക്കനും വെച്ചു, കുറച്ച് നാരങ്ങാച്ചാറും കുറച്ച് ഉള്ളിയും കൂടെ ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാണ് കേട്ടോ. ഇത്രയൊക്കെ പോരെ അല്ലേ ഉച്ചക്കത്തേക്ക്. ഇത്രയും വിശേഷമേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.